അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ച് അവിലോസ് പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതേ ഒരു കവർ അമൃതം പൊടിയുണ്ട് നമ്മുടെ കയ്യിൽ. നമ്മളിത് വെച്ചിട്ടാണ് അവിലോസ് പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അമൃതം പൊടിയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ പൊട്ടിച്ച് പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട്. നന്നായി കഴുകി വൃത്തിയായി തുടച്ച പാത്രത്തിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ഒരു തേങ്ങ എടുത്ത് ചരുവി വെച്ചിട്ടുണ്ട്, സാമാന്യം വലിപ്പമുള്ളത്. അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇടാൻ പോകുന്നത് ജീരകമാണ്. അത് നമ്മൾ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തട്ടിപ്പൊത്തിയിട്ട് ഒരു അരമണിക്കൂർ വെക്കാം. അപ്പോൾ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. നമുക്ക് അതിനുവേണ്ടി തീ കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തിരിക്കുന്നത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് തീയൊക്കെ ഒന്ന് കുറച്ചൊക്കെ വെക്കണം. എത്ര നന്നായിട്ട് ഇളക്കി കൊടുത്താലും ഈ ഒരു പാക്കറ്റ് മുഴുവൻ കൊട്ടിയ കാരണം അടി കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ തീ ഒന്ന് കുറച്ച് വയ്ക്കാൻ ശ്രമിക്കുക. കളറ് ചെറുതായൊക്കെ മാറി വിട്ട് വരുന്നുണ്ട്. ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ കളർ മാറിയത് അത്ര നന്നായിട്ടൊന്നും അറിയുന്നില്ല. നന്നായിട്ട് ഇതുപോലെ വിട്ട് വരണം. ഇതാണ് അതിൻ്റെ പരുവം. ഇപ്പോൾ തേങ്ങയിൽ വെള്ളമൊക്കെ പോയി നന്നായി ചുവന്ന് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. അപ്പോൾ ഇത് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു പാത്രത്തിലോ ടിന്നിലോ ഒക്കെ അടച്ചു വെച്ച് കുറേ നാളെടുത്ത് വയ്ക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇത് കഴിക്കുന്ന സമയത്ത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. കുറച്ച് ചെറുപഴം അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടിട്ടാണ് കഴിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.